ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിലെ പേര് സ്വർണ്ണമായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജലഭൂമിനെ പറ്റിയാണ്. ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിൽ ഭീതി വളർത്തി അനാവശ്യമായ ആവലാതി ഉണ്ടാക്കി ജനങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കേസ് വരാനുള്ള ചാൻസ് തന്നെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹൃദയരോഗമുള്ളവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതിരിക്കുക. കാരണം ഞാൻ തന്നെ റെഫർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലായിരിക്കാം. ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ട് ചിലപ്പം ഒരു മൂവ്മെൻറ്റോ ഒരു എവിടുന്നോ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ ഇത് ആസ് എ മലയാളി, കേരളക്കാരി എന്ന നിലയിൽ എനിക്ക് ഈ വീഡിയോ ചെയ്തേ മതിയാവും. കാരണം ഇനിയും അറിയാത്ത ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇനിയും അറിയാത്ത സാധാരണക്കാരൻ മലയാളി ഉണ്ടെങ്കിൽ അവരും കൂടെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഭീതി വളർത്തുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ കാണാതിരിക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ദിനംപ്രതി വരുന്ന ന്യൂസുകളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ചോർച്ചയുണ്ടായി, വിള്ളലുണ്ടായി, പിന്നെ ജലനിരപ്പ് ഉയർന്നു എന്നുള്ള വാർത്തകളാണ്. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതി ചെറുതൊന്നുമല്ല, അല്ലേ? ഇത്രയും സുരക്ഷിതമായ വേറൊരു അണക്കെട്ടില്ല എന്നാണ് ചില അധികാരികളുടെ വാദം. എങ്ങനെയുണ്ട്? മുല്ലപ്പെരിയാറിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നിർമ്മാതാവ് തന്നെ 50 വർഷം ആയുസ് പറഞ്ഞ സാധനം ഇന്നത്തേക്ക് 129 വർഷം എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. എത്ര മനോഹരമായ ന്യൂസ്! ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മൾ കേരളക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെപ്പറ്റി ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കുറച്ച് ന്യൂസ് അവിടെയും ഇവിടെയും ചെയ്യുമെന്നല്ലാതെ ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, നല്ല ഒരു തീരുമാനം, നല്ല ഒരു അനുകൂലമായ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇവിടെ അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മൾ മലയാളികൾ തന്നെ തുറപ്പിക്കണം കണ്ണ്. അതിന് വേണ്ടത് എന്നെപ്പോലെ ഒരാൾ വീഡിയോ ചെയ്യല്ല വേണ്ടത്, വലിയ വലിയ ചാനലുകൾ. എനിക്ക് ആകെയുള്ളത് ഒരു കുഞ്ഞു ഫാമിലിയാണ്, അതിലേക്കാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പം വലിയ വലിയ ചാനലുകൾ, ഗ്രൂപ്പുകൾ, ന്യൂസ് ചാനലുകളാണ് ഇതിൽ മുന്നിട്ടിറങ്ങി ഇന്ന് പ്രവർത്തിക്കേണ്ടത്. പിന്നെ കുറേ രാഷ്ട്രീയ പാർട്ടികളും. മുല്ലപ്പെരിയാർ ഡാമിലെ ഉൾക്കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ടുണ്ട്. പൊട്ടലുകളും വിള്ളലുകളും, ജലനിരപ്പ് 115 അടി താഴ്ന്നാൽ മാത്രം പ്രത്യക്ഷമാകുന്ന വിള്ളലുകൾ ആണ് മുല്ലപ്പെരിയാർ ഡാമിനുള്ളത്. ഇനി ഞാൻ പറയട്ടെ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ വരുന്ന ജലപ്രവാഹത്തിൽ വെറും ജലം മാത്രമല്ല ഉണ്ടാവുന്നത്, വലിയ കൂറ്റൻ മരങ്ങളും, പെരിയാർ റിസർവ് വനത്തിലുള്ള വലിയ കൂറ്റൻ മരങ്ങളും മനുഷ്യനിർമ്മിതമായ പല ബിൽഡിങ്ങുകളും ഒക്കെ ചേർന്ന് ഒരു മഹാപ്രവാഹം തന്നെയായിരിക്കും ഒലിച്ചിറങ്ങി വരുന്നത്. ഇത്രയും മഹാപ്രവാഹത്തെ തടുക്കാനുള്ള കരുത്ത് കനേഡിയൻ ടെക്നോളജിയിലുള്ള ഇടുക്കി അണക്കെട്ടിന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പറയും ഇല്ല എന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇല്ല. ഇനി നമുക്ക് നോക്കാം, ഈ അണക്കെട്ട് തകർന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അണക്കെട്ട് തകർന്നാൽ ഈ ജലപ്രവാഹം കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലവും ഇടുക്കി ഡാമിലെ ജലവും ഒന്നായി അതൊരു ഭൂമികുലുക്കത്തിൻ്റെ എഫക്റ്റ്. ഭൂമികുലുക്കം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവല്ലേ, ഒരു ജലബോംബായി ഭൂമി ഉലുക്കിക്കൊണ്ട് മുന്നിലുള്ള എല്ലാ വസ്തുക്കളും തകർത്തുകൊണ്ട് പടിഞ്ഞാറ് അറബിക്കടൽ ലക്ഷ്യമാക്കി ഒഴുകും. ആ സമയത്ത് കേരളം രണ്ടായി പിളരും. എന്നാൽ ഇത് കേരളത്തിന് വെറും 6 ജില്ലകളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, മൊത്തം ജില്ലകളെ ബാധിക്കുകയും ചെയ്യും. ഒരു തമിഴ്നാടിനെ ഭാഗികമായി ബാധിക്കുകയും ചെയ്യും. കേരളത്തിൽ പകർച്ചവ്യാധികൾ കൂടും. ശുദ്ധജലത്തിനും ഭക്ഷണത്തിനും വേണ്ടി ആളുകൾ അലയും. അതിഥി ക്യാമ്പുകൾ കൂടും. ഭരണം താറുമാറാകും. നാശനഷ്ടങ്ങൾ, ജീവനുകൾ, എത്രത്തോളം ജീവനുകൾ ഇതിൽ പോകുന്ന ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും വയനാടിലെ ഈ ഒരു ചെറിയ ഒരു ഉരുൾപൊട്ടൽ, ചെറിയ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോലെ വലിയ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിൽ നിന്ന് മാറിയിട്ടില്ല. ഈ ഭീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതിലും വലിയ ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുന്നതും. എന്തായാലും ഇതൊന്നും സംഭവിക്കാൻ ഇടവരുത്താതെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളത് അത്യാവശ്യമാണ്. മഴക്കാലം വരുമ്പോൾ മാത്രം പൊങ്ങി വരേണ്ട ഒരു വിഷയമല്ല മുല്ലപ്പെരിയാർ എന്ന് ഓർമ്മിപ്പിക്കുന്ന. ഇത് ഡീകമ്മീഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ടവർ എടുക്കേണ്ടതാണ് എന്ന് സ്നേഹപൂർവ്വം ആരുണിമ.